ഹായ് ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആർ എൽ സർക്യൂട്ടിൻ്റെ സിനുസോയ്ഡൽ എക്സൈറ്റേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു അല്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ സി സർക്യൂട്ട്, അതുപോലെ ആർ എൽ സി സർക്യൂട്ടിൽ നമ്മളൊരു എ സി എക്സൈറ്റേഷൻ, ഒരു സിനുസോയ്ഡൽ എക്സൈറ്റേഷൻ കൊടുത്താലുണ്ടാകുന്ന റെസ്പോൺസാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. Consider the RC circuit with no initial voltage and excited by sinusoidal voltage source. അപ്പോൾ ഇ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി. അതാണ് സിനുസോയ്ഡൽ വോൾട്ടേജ് സോഴ്സ് ആണ്. ഇതിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് ഒന്നുമില്ല. അതായത് കപ്പാസിറ്ററിൻ്റെ വി സി ഓഫ് 0, അതായത് ഇനീഷ്യൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ലെറ്റ് ദ സ്വിച്ച്. ബാക്കി നമ്മൾ ഇൻഡക്ടർ പറഞ്ഞ പോലെ തന്നെ ഇൻഡക്ടറിൽ ഇവിടെ എന്തായിരുന്നു, ആർ എൽ സർക്യൂട്ടിൽ കപ്പാസിറ്ററിന് പകരം ഇൻഡക്ടർ ആയിരുന്നു. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ആർ എൽ സർക്യൂട്ട് പഠിച്ച ആൾക്കാർക്ക് ആർ സിയും ആർ എൽ സിയും സിമ്പിളാണ്. അപ്പോൾ നോക്കുക, ലെറ്റ് ദ സ്വിച്ച് ബി ക്ലോസ്ഡ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0. ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ സ്വിച്ച് ക്ലോസ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, അപ്ലൈയിങ് കെ വി എൽ ടു ദ സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ കെ വി എൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഐ ഓഫ് ടി ഇൻറ്റു ആർ പ്ലസ് 1/c ഇൻറ്റഗ്രൽ ഐ ഡി ടി അല്ലേ. ഐ ഓഫ് ടി ഇൻറ്റു ആർ പ്ലസ് 1/c ഇൻറ്റഗ്രൽ ഐ ഡി ടി. ഇതായിരിക്കും കെ വി എൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക. ഓക്കെ, അപ്ലൈയിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം വി വിൽ ഗെറ്റ്. ഇപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ കെ വി എൽ ഇക്വേഷൻ ഇൻ ടൈം ഡൊമെയിനിൽ കിട്ടി. അപ്പം നമുക്ക് കാണേണ്ടത് ഐ ഓഫ് ടി ആണ് കാണേണ്ടത്. അപ്പം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമിൽ ഐ ഓഫ് ടി കാണാം, അല്ലെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം മെത്തേഡിൽ ഐ ഓഫ് ടി കാണാം. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം മെത്തേഡിൽ കാണാൻ വേണ്ടിയിട്ട് ഐ ഓഫ് ടീന്ന് ഐ ഓഫ് എസ് കണ്ടുപിടിക്കും നമ്മൾ. എന്നിട്ട് ഐ ഓഫ് എസ് കണ്ടുപിടിച്ചിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോൾ ഐ ഓഫ് ടി കിട്ടും. അപ്പം സിംപ്ലസ്റ്റ് മെത്തേഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നോക്കുക. ഈ ഒരു കെ വി എൽ ഇക്വേഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇ ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, ഇ ഓഫ് എസ് ആണ്. ഐ ഓഫ് ടിയുടേത് ഐ ഓഫ് എസ് ആണ്. റെസിസ്റ്റൻസിന് സെയിം തന്നെ, അങ്ങനെ തന്നെ എഴുതുക. ഇനി 1/c ഇൻറ്റഗ്രൽ ഐ ഡി ടി. അപ്പോൾ ഇൻറ്റഗ്രേഷൻ വരുമ്പം 1/s എന്ന് വരും. അപ്പോൾ ഇവിടെ ഒരു 1/c ഉണ്ട്. അപ്പോൾ 1/cs. അതുപോലെ ഐ ഓഫ് ടിയുടേത് ഐ ഓഫ് എസ്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ്. ഓക്കെ, 1/cs ഐ ഓഫ് എസ് എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ഇക്വേഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി, ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഈ ആർ പ്ലസ് 1/cs കോമൺ ആയിട്ട് എടുത്തൂടെ. അപ്പോൾ അങ്ങനെ ആർ പ്ലസ് 1/cs. ദെർഫോർ ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്തു, ആർ പ്ലസ് 1/cs ഇ ഓഫ് എസിൻ്റെ ഡിനോമിനേറ്ററിൽ എഴുതി. അപ്പോൾ ഐ ഓഫ് എസ് ഈക്വൽ ടു ഇ ഓഫ് എസ് ഡിവൈഡ് ബൈ ആർ പ്ലസ് 1/cs എന്ന് എഴുതി. ഓക്കെ, ഇനി നോക്കാം, ഇ ഓഫ് എസ് എന്താണ്, ഇ ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് ഇ ഓഫ് എസ്. അപ്പം ഇ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് ഇ ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു, ഇ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇ ഓഫ് ടി നമ്മൾ ഇ എം സൈൻ ഒമേഗ ടി ആണ്. കാരണം ഒരു സിനുസോയിഡൽ വേവാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, ഡി സി ആയിരുന്നു. അപ്പോൾ അതിൽ ഇ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആയിരുന്നു. ഇവിടെ എന്താണ്, ഇ എം സൈൻ ഒമേഗ ടി, അതായത് ഒരു സിനുസോയിഡൽ ടൈം വേരിയിങ് ആയിട്ടുള്ളൊരു സിഗ്നലാണ്. അപ്പോൾ എൽ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ എം സൈൻ ഒമേഗ ടി എന്ത് കിട്ടും, ഇ എം കോൺസ്റ്റൻ്റ് ആണ്. സൈൻ ഒമേഗ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ നമുക്കതിൻ്റെ ഇ ഓഫ് എസ് എന്ന് പറയുന്നത് ഒമേഗ ഇ എം ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നെക്സ്റ്റ് എന്താ വരുന്നത്, ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്താണ്, ഇ ഓഫ് എസ് ഇൻറ്റു 1/, ആർ പ്ലസ് 1/s എന്നില്ലേ, ആർ പ്ലസ് 1/sc. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ എസ് പ്ലസ് എ അല്ലെങ്കിൽ എസ് പ്ലസ് ബി ആ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ നിന്ന് r/s കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു. അപ്പോൾ r/s കോൺസ്റ്റൻ്റ് ആകുമ്പോൾ എന്ത് പറ്റും, എന്താ പറ്റുക, r/s നമ്മൾ ഔട്ട് സൈഡിലെടുത്തു. അപ്പോൾ ഔട്ട് സൈഡിലെടുക്കുമ്പം എസ് പ്ലസ് 1/rc എന്ന് കിട്ടും. കാരണം ഈ r/s മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ഈ ഒരു ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം തന്നെ കിട്ടും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് r/s പുറത്തെടുത്തു. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എസ് ക്യാൻസലായി പോയി, ആർ കിട്ടി. അതുപോലെ ആറും ക്യാൻസലായി പോയി, 1/sc കിട്ടി. അപ്പോൾ ഈ ആർ പ്ലസ് 1/sc നമ്മൾ r/s കോമൺ ആയിട്ട് എടുത്തു, എസ് പ്ലസ് 1/rc ഫോമിലേക്ക് കിട്ടി. കാരണം ഒരു എസ് പ്ലസ് എ എന്നുള്ള ഫോമിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ,
ഇനി നോക്കാം. ഇനി ഒമേഗ ഇ എം ബൈ എസ് സ്ക്വയർ അത് ഇൻറ്റു ഈ ആർ ബൈ എസിനെ നമ്മൾ എന്ത് ചെയ്തു, ന്യൂമറേറ്ററിലേക്ക് എടുത്തു. തിരിച്ച് ആർ ബൈ എസിനെ ന്യൂമറേറ്ററിൽ എസ് ബൈ ആർ എന്ന് എഴുതി. പിന്നെ എസ് പ്ലസ് 1/RC നമുക്ക് എഴുതാമല്ലോ. ആർ ബൈ എസ് ഡിനോമിനേറ്ററിലുള്ളതിനെ തിരിച്ച് മുകളിലോട് ന്യൂമറേറ്ററിലേക്ക് വരുമ്പം അതിൻ്റെ റെസിപ്രോക്കൽ, അപ്പോൾ എസ് ബൈ ആർ. ഓക്കെ, ഇനി ഒമേഗ ഇ എം ബൈ എസ് ഇൻറ്റു ആർ നമ്മളിതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. എസ് പ്ലസ് 1/RC ഈ ടേം, പിന്നെ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ എല്ലാം കൂടി ഒറ്റൊരു ടേമായിട്ട് എഴുതി. ഓക്കെ, therefore I of s is equal to omega em by r into s divided by 1 plus rc s plus 1/RC into s square plus omega square. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ എസ് പ്ലസ് 1/RC എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറും. അപ്പോൾ എസിൻ്റെ മാക്സിമം പവർ എത്രയാണ് വരിക? ഒരു എസ് സ്ക്വയർ ഉണ്ട്, ഒരു എസ് ഉണ്ട്, അപ്പോൾ എസ് ക്യൂബ് വരും അല്ലേ. അപ്പോൾ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ 3 ടേംസ് വരും അല്ലേ. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഇത് ഐ ഓഫ് എസ് കിട്ടി, ഐ ഓഫ് ടി കാണണം. അപ്പോൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തിട്ട് ഐ ഓഫ് ടി കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ വി ഗെറ്റ് ഒമേഗ ഇ എം ബൈ ആർ ഇൻറ്റു എസ് ഡിവൈഡ് ബൈ 1 plus 1/RC ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഞാൻ എന്ത് ചെയ്തു, എ ബൈ എസ് പ്ലസ് ആർ സി, ഈ ഒരു ടേം. നെക്സ്റ്റ് ഈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ ബി എസ് പ്ലസ് സി എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. എക്ക് പകരം ബി എസ് പ്ലസ് സി ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഫോമിലാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ ഒരു ഫോമിൽ എഴുതി. ഇനി എന്ത് ചെയ്യണം, എ കാണണം, ബി കാണണം. അപ്പോൾ എ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഐ ഓഫ് എസ്സിനെ എന്ത് ചെയ്യും, എസ് പ്ലസ് 1/RC കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എസ് ഇസ് ഈക്വൽ ടു മൈനസ് 1/RC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ഇൻഡക്റ്റിൽ ചെയ്ത പോലെ തന്നെ. അപ്പോൾ എസ് പ്ലസ് 1/RC കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതും ഈ ടേമും പോവും. അപ്പോൾ ഒമേഗ ഇ എം ബൈ ആർ ഇൻറ്റു എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ കിട്ടും അല്ലേ. എന്നിട്ട് അതിൽ എസ് ഇസ് ഈക്വൽ ടു മൈനസ് 1/RC കൂടി കൊടുക്കും. അപ്പോൾ എസ്സിന് മൈനസ് 1/RC കൊടുത്ത് ഇവിടെ എസ് സ്ക്വയർ എന്ന് വരുമ്പോൾ മൈനസ് 1/RC ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വരും. ഇനി എന്ത് ചെയ്യും, നമ്മളിതിനെ റെഡ്യൂസ് ചെയ്തിട്ട് എഴുതുന്നതാണ് കാണുന്നത്. ഈ ആറും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആർ സ്ക്വയർ വരും. അപ്പോൾ ഒമേഗ ഇ എം ബൈ ആർ സ്ക്വയർ സി ഡിവൈഡഡ് ബൈ 1/r സ്ക്വയർ സി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഉണ്ടാവും അല്ലേ. ആർ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ അല്ല, 1/r സ്ക്വയർ സി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വരും, ഒമേഗ സ്ക്വയർ. അപ്പോൾ ആ ഒരു ടേമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒമേഗ സ്ക്വയർ ബൈ ആർ സ്ക്വയർ പുറത്തെടുത്തു. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് 1/ωc എന്നുള്ളൊരു ഫോമിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/ω² സി സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ കിട്ടി. ഓക്കെ, ഇതാണ് നമുക്ക് എ കിട്ടിയത്. ഇനി എന്ത് ചെയ്തു, നമ്മൾ ഇതിൽ ക്യാൻസലായിട്ട് പോകുന്ന ടേംസിനെ മൊത്തം നമ്മൾ ക്യാൻസലാക്കി കളഞ്ഞു. അപ്പം ഇ എം ബൈ ഒമേഗ സി ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ്, കാരണം ഇതിലൊരു ഒമേഗ ഉണ്ട്, ഒമേഗ സ്ക്വയർ ഉണ്ട്, അതൊക്കെ ക്യാൻസലായി പോവും. ആർ സ്ക്വയർ ക്യാൻസലായി പോവും അല്ലേ. അങ്ങനെ ക്യാൻസലായി പോകുന്ന ടേംസ് മൊത്തം നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ ബാക്കി വരുന്നത് ഇ എം ബൈ ഒമേഗ സി ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് 1/ωc ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമ്മളൊരു ഇമ്പിഡൻസ് ട്രയാങ്കിൾ വരക്കാണ്. ഒരു ആർ സി സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് ട്രയാങ്കിൾ വരക്കാണ്. അപ്പോൾ ഇമ്പിഡൻസ് ട്രയാങ്കിൾ വരക്കുമ്പോൾ ആർ സി ആവുമ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാവും സി, 1/ωc ഉണ്ടാവും. ഇവിടെയാണ് സെഡ് വരുന്നത്, അതായത് ഇമ്പിഡൻസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 1/ωc ഹോൾ സ്ക്വയർ. ഇതാണ് ഒരു ആർ സി സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ്. ഓക്കെ, ആർ സി സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ്. അപ്പോൾ സെഡ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് 1/ωc ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ ആർ സ്ക്വയർ പ്ലസ് 1/ωc ഹോൾ സ്ക്വയർ ആണ് ഇവിടെയുള്ള ഈ ടേം അല്ലേ. അതുകൊണ്ട് നമ്മൾ അതിനെ സെഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 1/ωc ഹോൾ സ്ക്വയർ ആണ് ഇവിടെയുള്ളത്. അതിൻ്റെ റൂട്ടില്ലാത്തതാണ്, അതുകൊണ്ട് സെഡ് സ്ക്വയർ എന്ന് എഴുതി അല്ലേ, സെഡ് സ്ക്വയർ എന്ന് എഴുതി. ദെർഫോർ ഇ എം ബൈ ഒമേഗ സി ഇൻറ്റു ഈ ഒരു മൊത്തം ടേമിനെ സെഡ് സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ എ കിട്ടിയത് മനസ്സിലായില്ലേ. നമ്മൾ സോൾവ് ചെയ്തിട്ട് എ കിട്ടി, മൈനസ് ഇ എം ബൈ ഒമേഗ സി സെഡ് സ്ക്വയർ.
മൈനസ് ഇ എം ബൈ ഒമേഗ സി സെഡ് സ്ക്വയർ. നമ്മൾ ആർ എൽ സർക്യൂട്ടിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ആർ എൽ സർക്യൂട്ടിൽ നമ്മൾ ഇമ്പിഡൻസ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ്? ആറ് ഒമേഗ എൽ, അപ്പോൾ ഇമ്പിഡൻസ് ആർ സ്ക്വയർ പ്ലസ് ഒമേഗ എൽ സ്ക്വയർ അല്ലേ, ഇങ്ങനെ കിട്ടിയില്ലേ? അപ്പോൾ അതിന് പകരം ഇവിടെ 1 ബൈ ഒമേഗ സി സ്ക്വയർ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി എ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ബി സി എന്നുള്ള ടേംസ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൺ ക്രോസ് മൾട്ടിപ്ലൈയിങ് വി ഗെറ്റ്. ക്രോസ് മൾട്ടിപ്ലൈയിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഓൾറെഡി ബി എസ് പ്ലസ് സി ഈ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ഈ ഒരു ടേം ഇവിടെ വെച്ച് ഇതിനെന്ത് ചെയ്തു? ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് പറയുന്നത്. ഓൺ ക്രോസ് മൾട്ടിപ്ലൈയിങ് വി ഗെറ്റ് ഒമേഗ ഇ എം ബൈ ആർ ഇൻറ്റു എസ്. അതാണ് ന്യൂമറേറ്ററിലെ ടേം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബൈ എസ് പ്ലസ് 1 ബൈ ആർ സി ഇൻറ്റു എസ് പ്ലസ് 1 ബൈ ആർ സി ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ. ഡിനോമിനേറ്ററിലുള്ള ടേംസ് ആണ്. അപ്പോൾ അതിൽ ഈ ഒരു ടേംസ് എസ് പ്ലസ് 1 ബൈ ആർ സി ടേം ക്യാൻസലായി പോവും. അപ്പോൾ എ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മാത്രം വരും അവിടെ അല്ലേ? പ്ലസ് ഇനി അടുത്ത ടേം എന്താണ്? ബി എസ് പ്ലസ് സി ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. അതിനെ എസ് പ്ലസ് 1 ബൈ ആർ സിയും എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ക്യാൻസലായി പോയി. അപ്പം ബി എസ് പ്ലസ് സി ഇൻറ്റു എസ് പ്ലസ് 1 ബൈ ആർ സി. അപ്പം ഞാനിതിൽ ഈ ബി എസ് പ്ലസ് സി എന്നില്ലേ, ബി എസ് പ്ലസ് സിക്ക് പകരം ഒരു സി ഡാഷ് എന്ന് കൊടുത്തു. സി ഡാഷ് എന്ന് കൊടുത്തു ഒന്നുമില്ല. അപ്പം നമ്മൾ കപ്പാസിറ്ററിൻ്റെ സിയും നമ്മളെ കോൺസ്റ്റൻറ്റ് സിയും തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബി എസ് പ്ലസ് സി ഡാഷ് എന്ന് കൊടുത്തത്. അത് നമുക്ക് മാറിപ്പോവാതിരിക്കാൻ, വേറെ ഒന്നുമില്ല, അത് അറിയാണ്ട് ക്യാൻസൽ ചെയ്ത് പോരത്തില്ല, രണ്ടും രണ്ടല്ലേ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. അപ്പോൾ ബി എസ് പ്ലസ് സി ഡാഷ് ഇൻറ്റു എസ് പ്ലസ് 1 ബൈ ആർ സി വരും. ഇനി എന്ത് ചെയ്യും? ഇതിനെ അങ്ങോട്ട് ഉള്ളിലിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ എസ് സ്ക്വയർ പ്ലസ് എ എസ് സ്ക്വയർ ബൈ എ ഒമേഗ സ്ക്വയർ, പിന്നെ ബി എസ് ഇൻറ്റു എസ്, അപ്പം ബി എസ് സ്ക്വയർ, ബി എസ് ഇൻറ്റു 1 ബൈ ആർ സി, അപ്പം ബി എസ് ഇൻറ്റു 1 ബൈ ആർ സി, സി ഡാഷ് ഇൻറ്റു എസ്, സി ഡാഷ് ഇൻറ്റു 1 ബൈ ആർ സി. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ എസ് സ്ക്വയറിൻ്റെ ടേംസ് നമ്മൾ ഒന്നിച്ചെഴുതി. എസ് സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് എസ് ഇൻറ്റു ബി ഇൻറ്റു 1 ബൈ ആർ സി പ്ലസ് സി ഡാഷ് പ്ലസ് എ ഒമേഗ സ്ക്വയർ പ്ലസ് സി ഡാഷ് ഇൻറ്റു 1 ബൈ ആർ സി. ഇനി നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഇക്വേഷൻസിൽ എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റും എസിൻ്റെ കോഎഫിഷ്യൻറ്റും നമ്മൾ ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എസ് സ്ക്വയർ ഇല്ല, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എസ് സ്ക്വയറിൻ്റെ ടേംസ് ഇല്ല. അതുകൊണ്ട് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0, ദർഫോർ എ ഈസ് ഈക്വൽ ടു മൈനസ് ബി. ഇപ്പോൾ എ നമുക്ക് കിട്ടിയത് മൈനസ് ഇ എം ബൈ ഒമേഗ സി സ്ക്വയർ ആണ്. അതുകൊണ്ട് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ദർഫോർ എ ഈസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് കിട്ടില്ലേ? അപ്പോൾ നമുക്ക് എ കിട്ടി, അപ്പം അതിൻ്റെ ഒരു മൈനസ് കളഞ്ഞു കഴിഞ്ഞാൽ ബിയും കിട്ടി അല്ലേ? അപ്പം ബി എത്ര കിട്ടിയത്? ഇ എം ബൈ ഒമേഗ സി ഇൻറ്റു സെഡ് സ്ക്വയർ കിട്ടി. അപ്പോൾ എയും ബിയും കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് സി ആണ്. അപ്പം രണ്ടാമത്തെ ഇക്വേഷൻ എസിൻ്റെ കോഎഫിഷ്യൻറ്റ് കമ്പയർ ചെയ്തു. അപ്പം ബി ഇൻറ്റു ഇതല്ലേ എസിൻ്റെ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഇത് എസിൻ്റെ കോഎഫിഷ്യൻറ്റ്, ഇവിടെ എസ് ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്. അപ്പം ഇതും നമ്മൾ ഇക്വേറ്റ് ചെയ്തു. അപ്പം ബി ഇൻറ്റു 1 ബൈ ആർ സി പ്ലസ് സി ഡാഷ് ഇസ് ഈക്വൽ ടു ഒമേഗ ഇ എം ബൈ ആർ അല്ലേ? ഒമേഗ ഇ എം ബൈ ആർ എന്ന് കൊടുത്ത് എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്തു? സി ഡാഷ് ഇസ് ഈക്വൽ ടു അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തു. ബിയുടെ വാല്യൂ എന്താണ്? ഇ എം ഒമേഗ സി ബൈ സെഡ് സ്ക്വയർ ഉണ്ട്. അപ്പം ബിയുടെ വാല്യൂ കൊടുത്തു. അത് ഇൻറ്റു 1 ബൈ ആർ സി, ദാറ്റ് ഈസ് ഒമേഗ ഇ എം ബൈ ആർ മൈനസ് ഇ എം ബൈ ഒമേഗ സി സ്ക്വയർ സെഡ് സ്ക്വയർ ആർ. ഓക്കെ, ഇനി എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അല്ലേ? അതായത് ഡിനോമിനേറ്റർ ഒന്നിച്ചാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒമേഗ ഇൻറ്റു സി സ്ക്വയർ ഇൻറ്റു സെഡ് സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് ഡിനോമിനേറ്റർ കിട്ടി. ന്യൂമറേറ്റർ എന്താണ്? ഒമേഗ ഇ എം ഇൻറ്റു ഒമേഗ സി സ്ക്വയർ സെഡ് സ്ക്വയർ ആർ മൈനസ് ഇ എം ഇൻറ്റു ആർ. അപ്പോൾ എല്ലാത്തിലെയും ഈ ആർ സ്ക്വയറിൻ്റെ സ്ക്വയറും ഈ ന്യൂമറേറ്ററിലെ ആറും ക്യാൻസലായിട്ട് പോയി അല്ലേ? അപ്പോൾ ഈസിക്കൽ ടു ഇ എം ഇൻറ്റു ഒമേഗ സ്ക്വയർ സി സ്ക്വയർ സെഡ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ സെഡ് സി സ്ക്വയർ സെഡ് സ്ക്വയർ ഇൻറ്റു ആർ കിട്ടി. വിച്ച് ഇസ് ഈക്വൽ ടു ഇ എം ഇൻറ്റു ഒമേഗ സ്ക്വയർ സി സ്ക്വയർ നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ എന്ത് കിട്ടും? ഒമേഗ സ്ക്വയർ സി സ്ക്വയർ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ആർ സ്ക്വയർ പ്ലസ് 1 ബൈ ഒമേഗ സ്ക്വയർ സി സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ ഒമേഗ ആർ ഇൻറ്റു സി സ്ക്വയർ സെഡ് സ്ക്വയർ ഇങ്ങനെ കിട്ടി. നിങ്ങൾ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും.
അപ്പോൾ ഇനി അതിൽ നിന്ന് ഇ എം ഇൻറ്റു ഒമേഗ സ്ക്വയർ സി സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് 1 മൈനസ് 1 ഡിവൈഡ് ബൈ ഒമേഗ ആർ സി സ്ക്വയർ സെഡ് സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, പ്ലസ് 1 മൈനസ് 1 ക്യാൻസലായി പോയി. അപ്പം ഇ എം ഒമേഗ സ്ക്വയർ സി സ്ക്വയർ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ഒമേഗ ഇൻറ്റു ആർ ഇൻറ്റു സി സ്ക്വയർ ഇൻറ്റു സെഡ് സ്ക്വയർ. അപ്പോൾ ഇതിൽ ക്യാൻസൽ ചെയ്ത് പോകുന്ന സാധനങ്ങളൊക്കെ സി സ്ക്വയർ പോവും. അതുപോലെ ഒമേഗ സ്ക്വയറിൻ്റെ ഒമേഗയും പോയി. പിന്നെന്താണ് അല്ലേ, ബാക്കി വരുന്നത് ഒമേഗ സ്ക്വയറിൻ്റെ സ്ക്വയർ പോയില്ലേ. ഇ എം ആർ ഇൻറ്റു ഒമേഗ ഡിവൈഡ് ബൈ സെഡ് സ്ക്വയർ. ഇ എം ആർ ഇൻറ്റു ആർ സ്ക്വയറും അല്ലേ പോകുന്നത് അല്ലേ. അപ്പം ഒമേഗ ആർ ഇ എം ബൈ സെഡ് സ്ക്വയർ. അപ്പം നമുക്ക് എ കിട്ടി, ബി കിട്ടി, കോൺസ്റ്റൻറ്റ് സി ഡാഷും കിട്ടി. ഇനി എന്താ ചെയ്യുക, ഐ ഓഫ് എസിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷനിൽ ഒമേഗ എ കൊടുത്ത് ബി എസ് പ്ലസ് സിക്കല്ലേ. അപ്പം ബി ഇൻറ്റു എസ് പ്ലസ് സി എത്രയാണ്, ഒമേഗ ആർ ഇ എം ബൈ സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അപ്പോൾ എയും ബിയും സിയും 3 വാല്യൂ നമ്മൾ ഐ ഓഫ് എസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണണം. അപ്പോൾ 1/s പ്ലസ് ആർ സി എന്നുള്ള ഫോമിലേക്ക് നമ്മൾ, കാരണം എസ് പ്ലസ് എയുടെ അറിയുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇ എം ഒമേഗ സി സെഡ് സ്ക്വയർ ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് ഇൻറ്റു 1/s പ്ലസ് ആർ സി പ്ലസ് അടുത്ത ടേമിനാണ്. അപ്പം ഓരോ ടേമിനെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അപ്പോൾ ഇ എം ഒമേഗ സി ഇൻറ്റു സെഡ് സ്ക്വയർ ഇൻറ്റു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ആർ സി പ്ലസ് ഈ ഒരു ടേം ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ അല്ലേ. അപ്പോൾ ആർ ഇ എം ബൈ സെഡ് സ്ക്വയർ ഇൻറ്റു ഇവിടെ ഒരു ഒമേഗ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ അല്ലേ, ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ 3 സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ വരും. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം, അതായത് ഓരോന്നിൻ്റെയും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു. ഇപ്പോൾ 1/s പ്ലസ് എ എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു മൈനസ് എ ടി ആണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഇ റൈസ് ടു മൈനസ് ആർ സി കിട്ടി ഈ ഒരു ടേമിൻ്റെ. ഇനി ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഇ എം ഒമേഗ സി സ്ക്വയർ സെഡ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. എസ് ബൈ എസ് സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് കോസ് ഒമേഗ ടി ആണ്. ഓക്കെ, അതുപോലെ ആർ ഇ എം ബൈ സെഡ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്ത്. ഇനി നോക്കാം, ഇനി നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ടേം ഇതുപോലെ തന്നെ എഴുതി. സെക്കൻഡ് ടേമിൽ 2 ടേമിലും ഇ എം ബൈ സെഡ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇ എം ബൈ സെഡ് സ്ക്വയറിനെ എടുത്തു. കോസ് ഒമേഗ ടി ഇൻറ്റു 1/ഒമേഗ സി പ്ലസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ആർ അല്ലേ. ഇനി നമ്മൾ ആർ എൽ സർക്യൂട്ട് ചെയ്ത പോലെ തന്നെ നമ്മളെ ഇമ്പിഡൻസ് ട്രയാങ്കിൾ വരക്കും. അപ്പോൾ ഇമ്പിഡൻസ് ട്രയാങ്കിളിൽ നിന്ന് ഇങ്ങനെയാണ് ഇമ്പിഡൻസ് ട്രയാങ്കിൾ വരുന്നതെങ്കിൽ അതിൽ സെഡ് ഉണ്ട്, ആർ ഉണ്ട്, 1/ഒമേഗ സി ഉണ്ട് അല്ലേ. സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 1/ഒമേഗ സ്ക്വയർ സി സ്ക്വയർ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമ്പിഡൻസ് ട്രയാങ്കിൾ ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ 1/ഒമേഗ സിക്ക് പകരം ഒരു ആറിനും പകരം സൈൻ്റെയും കോസിൻ്റെയും ടേമിലേക്ക് മാറ്റുന്നു. ആ ഒരു ഇതാണ്. അപ്പം കോസ് ഫൈ ഈസ് ഈക്വൽ ടു ആർ ബൈ സെഡ് അല്ലേ. അപ്പം ആർ ഈസ് ഈക്വൽ ടു സെഡ് കോസ് ഫൈ. നമ്മൾ ഈ ആറിന് പകരം സെഡ് കോസ് ഫൈ എന്ന് എഴുതി. ഇനി സൈൻ ഫൈ ഈസ് ഈക്വൽ ടു എന്താണ്, സൈൻ ഫൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അല്ലേ, 1/ഒമേഗ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് 1/ഒമേഗ സി ബൈ സെഡ്. അപ്പോൾ 1/ഒമേഗ സി ഈസ് ഈക്വൽ ടു സെഡ് സൈൻ ഫൈ. അപ്പം ഈ 1/ഒമേഗ സിക്ക് പകരം നമ്മൾ എന്ത് എഴുതി, സെഡ് സൈൻ ഫൈ എഴുതി. മറ്റേ എന്താണ് ആറിന് പകരം സെഡ് കോസ് ഫൈ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ അതാണ് സെഡ് കോസ് ഫൈയും സെഡ് സൈൻ ഫൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് സൈൻ എ പ്ലസ് ബി എന്നൊരു ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള സെഡും ഇതിലുള്ള സെഡും ഇവിടെ സെഡ് സ്ക്വയറിൻ്റെ സ്ക്വയറും ക്യാൻസലായിട്ട് പോയി. അപ്പോൾ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും, ഇ എം ബൈ സെഡ് ഇൻറ്റു സൈൻ ഒമേഗ ടി കോസ് ഫൈ പ്ലസ് കോസ് ഒമേഗ ടി സൈൻ ഫൈ. അതായത് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്നുള്ള ഫോം. അപ്പോൾ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്നുള്ളത് എന്താണ്, സൈൻ എ പ്ലസ് ബി ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് എഴുതി. ഇ എം ബൈ സെഡ് ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് എഴുതി. ഓക്കെ, ദർഫോർ ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ഇ എം ബൈ ഒമേഗ സി സെഡ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് 1/ആർ സി പ്ലസ്
EM/Z ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ഈ ഒരു ഫോമിലേക്ക് എഴുതി. ഓക്കെ, ഇനി നോക്കാം ഓക്കെ. അപ്പോൾ ഇതിലൊരു മിസ്സിങ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ RC ഇൻറ്റു ടി ഇല്ലേ, ടി ഉണ്ട് കേട്ടോ, എല്ലായിടത്തും ടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടി എഴുതുക, കാരണം e⁻AT അല്ലേ, e⁻AT അല്ലേ, എക്ക് വരല്ലേ 1/RC വരും. അപ്പോൾ ഒരു ടി ഉണ്ട്, അപ്പോൾ ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ടി ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ t = 0 കൊടുക്കുക. അപ്പോൾ t = 0 കൊടുക്കുമ്പം e⁻0 1 ആണ്, ട്രാൻസിയൻറ്റ് ടേം ഉണ്ട്, ഈ ഒരു ടേം ഉണ്ട്, അതുപോലെ സൈൻ ഒമേഗ ടി. ടി 0 ആയി കഴിഞ്ഞാൽ EM/Z ഇൻറ്റു സൈൻ ഫൈ, ഇപ്പോൾ 2 ടേമും ഉണ്ട്. പിന്നെ t = കൊടുക്കുക. അപ്പോൾ e⁻∞ 0 ആണ്. അപ്പോൾ ഈ ഒരു ടേം 0 ആയി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇതിൽ സൈൻ ഒമേഗ ടി ഈ ഒരു ടേം മാത്രമായിരിക്കും നോൺ 0 ആവുന്നത്, അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് t = ടൈം ഇൻഫിനിറ്റി ആവുമ്പം എക്സിസ്റ്റ് ചെയ്യുന്നു. അതായത് ദാറ്റ് ഈസ് ദി സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ. അപ്പം ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ട്രാൻസിയൻ്റ് ആണ്, അതായത് നമുക്കൊരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രമേ ഉണ്ടാവൂ. അത് ടൈം ഇൻഫിനിറ്റി എത്തുമ്പം ആ ട്രാൻസിയൻറ്റ് ടേം ഡാംപ്ഡ് ഔട്ട് ആവും. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് ടേംസ് മാത്രം എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കർവ് വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതായത് ട്രാൻസിയൻറ്റ് ഡീക്കേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഈ ട്രാൻസിയൻറ്റും ഈ സ്റ്റഡി സ്റ്റേറ്റിൻ്റെ, ഇതാണ് സ്റ്റഡി സ്റ്റേറ്റ് അല്ല, സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു സിനുസോയിഡൽ, സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞൊരു സിനുസോയിഡൽ വേവ് ഫോമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഉണ്ടാവുന്നത്, നമ്മൾ ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്നത് ഈ ഒരു ഫോം. ഇനീഷ്യലി എന്തായിരിക്കും, മെല്ലെ 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 തുടങ്ങി പിന്നെ സ്റ്റഡി ആയിട്ട് പോകും. ഓക്കെ, ഇതായിരിക്കും ഒരു RC സർക്യൂട്ടിൻ്റെ റെസ്പോൺസ്. ദിസ് ഈസ് ദി കംപ്ലീറ്റ് സൊല്യൂഷൻ ഓഫ് ആൻ RC സർക്യൂട്ട് യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് RLC സർക്യൂട്ടാണ്. അത് അടുത്ത വീഡിയോ ആയിട്ട് ഇന്ന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.